ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ. ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് കോവയ്ക്ക ഇല ഉപയോഗിച്ച് തോരനാണ്. നമുക്ക് കോവയ്ക്കയുടെ ഇല നല്ലതുപോലെ കഴുകിയെടുക്കാം. കോവയ്ക്ക ഉപയോഗിച്ച് നമ്മൾ പലതരം കറികൾ തയ്യാറാക്കാറുണ്ടെങ്കിലും കോവയ്ക്കയുടെ ഇലയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ഗുണകരവുമാണ്. ഇനി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ആ വെള്ളമെല്ലാം പോകാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഷേപ്പിന് പറക്കി വയ്ക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് അടുക്കി വച്ചതിന് ശേഷം നമുക്ക് ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇല എടുക്കുന്ന സമയത്ത് നമ്മൾ തളിരില നോക്കി എടുക്കുക. പ്ലാവല തോരൻ വെച്ച സമയത്ത് ചിലർ പറയുന്നുണ്ടായിരുന്നു ഈ പ്ലാവല വെന്തില്ല എന്ന്. അത് നമ്മൾ മുറ്റിയ പ്ലാവല എടുത്തത് കൊണ്ടാണ് അത് വേകാത്തത്. വീഡിയോ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ പോയി തയ്യാറാക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുന്നത്. കോവയ്ക്കയുടെ ഇല തളിര് നോക്കി എടുക്കുക. ഒരുപാട് മുറ്റാത്ത ഇല നോക്കി എടുത്ത് തോരൻ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇലയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരൻ സവാള ഉപയോഗിച്ച് ചെയ്യാം, കുഞ്ഞുള്ളി ഉപയോഗിച്ച് ചെയ്യാം, ചക്കക്കുരു ഇട്ട് റെഡിയാക്കാം. ഏതിട്ട് റെഡിയാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറംതൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്ന സമയത്ത് നമ്മൾ 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചക്കക്കുരു വേഗമുള്ളതാണെങ്കിൽ നമ്മൾ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തോരത്തിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കോവയ്ക്കയുടെ ഇലയ്ക്ക് കൂടിയാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചക്കക്കുരു ഒന്ന് വേകാനായിട്ട്. വേവ് കുറഞ്ഞ ചക്കക്കുരു ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരല്പം വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തോരത്തിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ചക്കക്കുരു വെന്തോന്ന് നോക്കുക. വെന്തതിന് ശേഷം മാത്രം കോവയ്ക്കയുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം വറ്റി ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുവരെയും എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ ഇല കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ ഇല ഒന്ന് ചൂടാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല കറികൾ തോരൻ വയ്ക്കുന്ന സമയത്ത് അടച്ച് വെക്കില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമ്മുടെ ഈ കോവയ്ക്കയുടെ ഇലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നീക്കി അതിലുള്ള തോരത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാനായിട്ട് നമുക്കിതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ തോരത്തിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. കാണാനും കഴിക്കാനും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കോവയ്ക്കയുടെ ഇല. കോവയ്ക്ക കഴിച്ചാൽ പ്രമേഹം തടയാൻ കഴിയുന്നത് പോലെ തന്നെയാണ് അതേ സെയിം ഗുണങ്ങളാണ് നമ്മുടെ ഈ കോവയ്ക്ക ഇല കഴിച്ചാലും കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ കോവയ്ക്കയുടെ ഇല തോരൻ വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഈ കോവയ്ക്കയുടെ ഇലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫൈബറൊക്കെ ഈ ഇലയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കോവയ്ക്കയുടെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്കയുടെ ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.